ഒരു മാസത്തിനുള്ളിൽ 4500 കേസുകളും 5600 അറസ്റ്റുകളും രേഖപ്പെടുത്തിയ ഓപ്പറേഷൻ തൂഫാൻ വിജയത്തേരിലേറുമ്പോൾ അടുത്ത പദ്ധതിയുമായിട്ട് വരികയാണ് രമേശ് ചെന്നിത്തല. മറ്റൊന്നുമല്ല, സ്ത്രീധനം ചോദിക്കുന്നവന്റെ അടിവയറ്റിൽ ചവിട്ടി അമ്മിഞ്ഞപ്പാൽ തുപ്പിക്കുക. ഇതാണ് ഇത്തവണ പോലീസിന് ചെന്നിത്തല നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ത്രീധന ഗാർഹിക പീഡന സംബന്ധമായിട്ടുള്ള പരാതികളിന്മേൽ സമയബന്ധിതമായി നടപടി ഉറപ്പാക്കി സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായി AIG ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഉത്തരവ് നൽകി കഴിഞ്ഞു. വനിതാ ശിശു വകുപ്പും സംസ്ഥാന പോലീസ് മേധാവിയും ഇക്കാര്യത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. ജില്ലാ ജാഗ്രതാ സമിതി, ജില്ലാ വനിതാ സെൽ, സഖി വൺ സ്റ്റോപ്പ് സെന്റർ, ലീഗൽ സർവീസ് അതോറിറ്റി, വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ എന്നിവിടങ്ങളിൽ നിന്നും പ്രതിനിധികളും ഒരു വനിതാ പ്രതിനിധിയും അടങ്ങുന്നതാണ് പ്രത്യേക ടാസ്ക് ഫോഴ്സ്. സ്ത്രീധന നിരോധനം നിയമത്തിലുണ്ടെങ്കിലും അതിന്റെ പേരിൽ മരിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 32,123 സ്ത്രീകൾ ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട്. 1.38 ലക്ഷം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു. 6,329 സ്ത്രീകൾ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നും സർക്കാരിന്റെ കണക്ക് വ്യക്തമാക്കിയിരുന്നതാണ്. 1,596 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതായിട്ടും കേസുകളുണ്ട്. ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ സമർപ്പിച്ച കണക്കിലായിരുന്നു ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ കമ്മീഷനിലും 2016 മുതൽ 2024 സെപ്റ്റംബർ വരെ രജിസ്റ്റർ ചെയ്ത കണക്കാണ് ഇത്. 2016-24 99 സ്ത്രീധന മരണങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കുറ്റകൃത്യങ്ങൾ താരതമ്യേന കൂടുതലായിരുന്നു. 2022 ആകെ കുറ്റകൃത്യങ്ങൾ 18,943. 2023 ഇത് 18,980 ആയി ഉയർന്നു. ഇത് വർഷം തോറും ഈ കണക്കിൽ മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ വിജയം തന്നെ ഈ പുതിയ ഓപ്പറേഷനുള്ള ആർജവം നൽകുന്ന ഘടകമാണ്. സ്ത്രീ സുരക്ഷ വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ഈ തീരുമാനത്തിലൂടെ ചെയ്യുന്നത്. പെൺമക്കളെ പ്രസവിച്ച മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ അണയ്ക്കുവാനും ഭർതൃഗ്രഹങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന സഹോദരിമാർക്ക് തണലാകാനും ഈ ടാസ്ക് ഫോഴ്സിന് സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നിയമം കയ്യിലെടുക്കുന്നവർക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കും ഇനി കേരളത്തിൽ രക്ഷയുണ്ടാകില്ല. ഇത്രയും കാലം സ്ത്രീധന മരണമുണ്ടായിട്ടും ചെറുവിരൽ അനക്കാത്ത CPM-ന് ഇതെന്തായാലും ഇരുട്ടടി തന്നെയാണെന്ന കാര്യത്തിലും തർക്കമില്ല.